Hello everyone, welcome to Brilliant EduTech, the best solution ever. ഹെൽത്ത് സർവീസസ് നടത്തിയ കേരള PSC എക്സാമായ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2ന്റെ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നൊരു എക്സാമാണ്. ഇതുവരെ 5 ജില്ലയുടെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്. 5 ജില്ലയിൽ നമുക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അത് ഒരുപാടധികം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാടധികം സന്തോഷമാണ്. അവരുടെ സന്തോഷം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സിനെ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ സാലി KM തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്, ആർദ്ര എറണാകുളം ഡിസ്ട്രിക്റ്റില്, അതുപോലെ കണ്ണൂരിലും ആലപ്പുഴയിലും നമുക്ക് സൗമ്യ ജയാണുള്ളത്. 2 ജില്ലയിലും ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള വ്യക്തിയാണ് സൗമ്യ. അതുപോലെ വയനാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അജീഷ് KS. അപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, നമുക്ക് ഇനിയും കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴാണെങ്കിലും ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ മറ്റ് റാങ്ക് ഹോൾഡേഴ്സ് ആണ്. സെക്കൻഡ് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്, അതുപോലെ 4th, 3rd, 6th, 5th ഇങ്ങനെ പല റാങ്കിൽ നമുക്ക് ഫസ്റ്റ് 10ൽ തന്നെ അത്യാവശ്യം നിറയെ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൽ ഒരുപാടധികം സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സിൽ. ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിന്റെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന്റെയും എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെയും റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജിയുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അപ്പോൾ ഈ അടുത്താണ് വന്നത് റാങ്ക് ലിസ്റ്റ്. അതിനകത്ത് നമുക്ക് 3rd റാങ്ക് ഹോൾഡർ ഉണ്ട് അപർണ KM, അതുപോലെ ഇസ്മായിൽ TA, ശ്രീദേവി LK, മുസീന. എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തുനിന്നും ഇത്രയും നല്ല വിജയം ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിലും അത്രയധികം സന്തോഷം എനിക്കുണ്ട്. അതിലും എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു കേട്ടോ. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയ അസിസ്റ്റന്റ് സയന്റിസ്റ്റിലും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ, അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇതേപോലെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമാണ്. അതിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമുക്ക് ആദ്രയും അൽഫിയും ഉണ്ട്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുന്നു. ഇനിയും വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ് ഡിയേഴ്സ്, നമ്മളിപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പണ്ടത്തെ മൊബൈലും ഇപ്പോഴത്തെ മൊബൈലും വ്യത്യാസങ്ങളുണ്ട് അല്ലേ. പണ്ടത്തെ മൊബൈൽ ഭയങ്കര ഒരു തിക്കായിട്ടുള്ളൊരു മൊബൈലായിരുന്നു. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന മൊബൈൽ വളരെ തിന്നായിരുന്ന മൊബൈലാണ്. അതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് സെമി കണ്ടക്ടറിൻ്റെ ഒരു ഉപയോഗവും സെമി കണ്ടക്ടറിൻ്റെ കണ്ടുപിടുത്തമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെമി കണ്ടക്ടറിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതിലെ കണ്ടൻസ് നോക്കാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഇങ്ങനെയാണ്. കോൺസെപ്റ്റ് ഓഫ് എനർജി ബാൻഡ്, എനർജി ബാൻഡിൻ്റെ കോൺസെപ്റ്റ് പഠിക്കും. അതേപോലെ തന്നെ ആ എനർജി ബാൻഡ് വെച്ചിട്ട് എത്ര തരം മെറ്റീരിയൽസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പഠിക്കും. കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. ദെൻ മെയിൻലി നമ്മൾ സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. അടുത്തതായിട്ട് 2 തരം സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻട്രൻസിക്കും എക്സ്ട്രിൻസിക്കും. അതിനുശേഷം N ടൈപ്പ്, P ടൈപ്പ് സെമി കണ്ടക്ടർ. അതിനുശേഷം PN ജംഗ്ഷൻ ഡയോഡ്. ദെൻ ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യം തന്നെ എന്താണ് എനർജി ബാൻഡ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ ആറ്റത്തിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് ആറ്റം എന്താണെന്നോ നമുക്കൊന്ന് ആലോചിക്കാം. ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ന്യൂക്ലിയസും ചുറ്റും ഇലക്ട്രോൺസും റിവോൾവ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരു എനർജി സ്വീകരിച്ചു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് നടക്കുന്നത് ഇലക്ട്രോൺസിനാണ്. പ്രോട്ടോൺസ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇലക്ട്രോൺസ് എവിടെ നിൽക്കുന്നു എന്നനുസരിച്ച് അതിലെ എനർജി ബാൻഡുകൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺസ് നോർമലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് 2 തരം എനർജി ബാൻഡ്സുകളുണ്ട്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. ഇപ്പോൾ നമ്മുടെ സാധാരണ നോർമലി വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ് നമ്മൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ വിളിക്കുക. അപ്പോൾ അവർ വാലൻസ് ഇലക്ട്രോൺസ് ആണ്, അവർ നിൽക്കുന്നത് വാലൻസ് ബാൻഡിലാണ്. ഇനി അവർ എനർജി സ്വീകരിച്ച് അവർ എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവർ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. അപ്പോൾ നമ്മളിവിടെ കാണുന്ന പോലെ എനർജി ബാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ ഇലക്ട്രോൺസ് ഇൻ എ സോളിഡ് ഈസ് കോൾഡ് എനർജി ബാൻഡ്. എന്താണ് വാലൻസ് ബാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദ വാലൻസ് ഇലക്ട്രോൺസ്. ഓക്കെ, റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺസ്. ദെൻ കണ്ടക്ഷൻ ബാൻഡ്, റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. എക്സൈറ്റ് ചെയ്ത ശേഷം ഉള്ള ഇലക്ട്രോൺസ് നമ്മൾ പറയാം, അവരെല്ലാവരും കാണാം
കണ്ടക്ഷൻ ബാൻഡിലാണ്, അത് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? നമ്മൾ പറഞ്ഞു വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വാലൻസ് ബാൻഡിൽ നിന്ന് എനർജി സ്വീകരിച്ച് വാലൻസ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്കാണ് പോവുക. അപ്പോൾ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഡിഫറൻസിനെ പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ദ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോട്ടം ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദ ടോപ്പ് ഓഫ് ദ വാലൻസ് ബാൻഡ് ഈസ് കോൾഡ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പോൾ ഈ എനർജി ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എനർജി ഗ്യാപ്പ് അനുസരിച്ചാണ് നമുക്ക് ഇനി ആ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പിന് പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, EG. അപ്പോൾ നമ്മൾ എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം? അപ്പോൾ ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ വലുതാണെങ്കിൽ, നമ്മൾ പറഞ്ഞു EG എന്നാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആ EG എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അത് ഇൻസുലേറ്റേഴ്സ് എന്നറിയപ്പെടും. ഓക്കെ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ എനർജി ഗ്യാപ്പ് വളരെ വലുതാണെങ്കിൽ നമുക്ക് പറയാം അത് ഇൻസുലേറ്റേഴ്സ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് EG ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ആ ഒരു മെറ്റീരിയൽ സെമി കണ്ടക്ടർ ആയിരിക്കും. ഇൻ സെമി കണ്ടക്ടേഴ്സ് ദർ ഈസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ സ്മോൾ ആയിരിക്കും. അത് 3 ഇലക്ട്രോൺ വോൾട്ടിനെക്കാട്ടും താഴെയാണെങ്കിൽ അത് സെമി കണ്ടക്ടർ, ആ ഒരു മെറ്റീരിയലിൽ നമുക്ക് സെമി കണ്ടക്ടർ എന്ന് നമുക്ക് വിളിക്കാം. അടുത്തതായിട്ട് മെറ്റൽസിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽസിൽ രണ്ട് കേസുകളാണുള്ളത്. ആദ്യത്തെ കേസിൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും പാർഷ്യലി എംപ്റ്റി ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസിന് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് കണ്ടക്ഷൻ പോസിബിൾ ആയിരിക്കും. അതാണ് ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസിൽ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്ഡ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ EG എന്ന് പറയുന്ന ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഉണ്ടാവില്ല. ആ രണ്ട് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്ഡ് ആയിരിക്കും. അവർ തമ്മിൽ ഗ്യാപ്പേ ഉണ്ടാവില്ല. അതാണ്. ഓക്കെ, ഇനി സെമി കണ്ടക്ടേഴ്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു നമുക്ക് പറയാം. സെമി കണ്ടക്ടേഴ്സ് രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സും. അതിനു മുൻപായിട്ട് എന്താണ് ഹോൾസ്, എന്താണ് ഇലക്ട്രോൺസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഹോൾസ് എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾസ് ആ ഒരു ആറ്റത്തിൽ രൂപപ്പെടും. ഇനി ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്? ദേ ആർ ദ സെമി കണ്ടക്ടേഴ്സ് ഇൻ ദ പ്യുവർ സ്റ്റേറ്റ്. പ്യുവർ സ്റ്റേറ്റിലുള്ള സെമി കണ്ടക്ടേഴ്സിന് പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നത് 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആരൊക്കെയാണ്? നമുക്കറിയാം, കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിൻ, അങ്ങനെ പോവും. അതിൽ മെയിനായിട്ട് സിലിക്കണും അതേപോലെ തന്നെ ജെർമാനിയം ഉപയോഗിച്ചാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ കോവാലന്റ് ബോണ്ടുകളായിരിക്കും. അപ്പോൾ അവർ വാലൻസ് ഇലക്ട്രോൺസ് 4ആണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4ആണ്. അതുകൊണ്ടാണ് അവർ 14th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയത്. അപ്പോൾ ആ ഔട്ടർ മോസ്റ്റ് 4 ഇലക്ട്രോൺസ് അടുത്ത 4 ഇലക്ട്രോൺസ്, സിലിക്കണിൻ്റെ അടുത്ത 4 ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് അവർ കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ നമ്മളൊരു തെർമൽ എനർജി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോവാലന്റ് ബോണ്ട്സ് ബ്രേക്ക് ചെയ്ത് ഈക്വൽ നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാകുന്നത്. നമുക്ക് അതിൻ്റെ ഇക്വേഷനിലേക്ക് നോക്കാം. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ദ ചാർജ് കാരിയേഴ്സ് ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഇപ്പോൾ ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് ഹോൾസും ഉണ്ടായതോടുകൂടി ഇവർ രണ്ടുപേരുമായിരിക്കും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയാം. ഇക്വേഷൻ NE = NH. NE എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, NH എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ഹോൾസ്. അറ്റ് തെർമൽ ഇക്വിലിബ്രിയം ഈ രണ്ട് NEയും NHയും ഈക്വൽ ആയിരിക്കും.
അപ്പോൾ ടോട്ടൽ കറൻറ്റ് I എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം IE പ്ലസ് IH. ഇനി അടുത്തതായിട്ട് എന്താണ് ഡോപ്പിംഗ് എന്ന് പറയാം, അതിനുശേഷം എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ ഡോപ്പിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് പ്യുവർ സെമി കണ്ടക്ടേഴ്സാണ്. അതിൽ വേറൊരു ഫോറിൻ പാർട്ടിക്കിളും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇംപ്യൂരിറ്റീസ് അതിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ സോ ആസ് ടു ഇൻക്രീസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഈസ് കോൾഡ് ഡോപ്പിംഗ്. അപ്പോൾ ഒരു പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഇംപ്യൂരിറ്റി ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി കൂട്ടുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ്. നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റീസിന് പറയുന്ന പേരാണ് ഡോപ്പൻസ്. ഇനി അങ്ങനെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സെമി കണ്ടക്ടർ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. ഇപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് രണ്ട് രീതിയിൽ ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ മാറും, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. നമുക്കിനി ഓരോന്ന് നോക്കാം. എന്താണ് എൻ ടൈപ്പ്, എന്താണ് പി ടൈപ്പ്. നമ്മൾ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞുള്ള സെമി കണ്ടക്ടേഴ്സിനാണ് എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞു. അത് രണ്ട് രീതിയിലുണ്ട്, എൻ ടൈപ്പും പി ടൈപ്പും. അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്യുവർ ആയിട്ടുള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക്, വളരെ പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ പെൻഡാവാലൻ്റ് ഇംപ്യൂരിറ്റി. എന്താ പെൻഡാവാലൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. വാലൻസ് ഇലക്ട്രോൺസ് 5 ഉള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. ഏതായിരിക്കും വാലൻസ് ഇലക്ട്രോൺസ് 5 ഉള്ള? 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. 15th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആയിരിക്കും വാലൻസ് ഇലക്ട്രോൺസ് 5, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ള ഇംപ്യൂരിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഇംപ്യൂരിറ്റീസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അങ്ങനെ പെൻഡാവാലൻ്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സിലിക്കണും ജെർമാനിയുമാണ് നമ്മുടെ സെമി കണ്ടക്ടറായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ അതിലേക്ക് 5 ഔട്ട് ഓഫ് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് 4 ഇലക്ട്രോൺസ് ആയിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം സിലിക്കണും ജെർമാനിയും ഒക്കെ 14th ഗ്രൂപ്പാണ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ആണ്. അപ്പോൾ അതിലേക്ക് 5 ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഒരു ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന സമയത്ത് 4 ഇലക്ട്രോൺസ് ആയിട്ട് അത് ബോണ്ട് ഉണ്ടാക്കും. എക്സ്ട്രാ ഒരു ഇലക്ട്രോൺസ് ബാക്കി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, ഒരു ഇലക്ട്രോൺസ് ബാക്കി വരുന്ന സമയത്ത് അത് എന്ത് ചാർജ് ആയിരിക്കും? ഇലക്ട്രോൺസ് ആണ് കൂടുന്നത്, അപ്പോൾ അതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പേര് വരാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോൾസിനെക്കാട്ടും കൂടുതൽ ആരുണ്ടാവുക? ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമ്മൾ ഇതേപോലത്തെ പെൻഡാവാലൻ്റ് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന സമയത്ത് സിലിക്കൺ, ആ ഒരു പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ മൊത്തം ഇങ്ങനത്തെ 5ാമത്തെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൊണ്ട് നിറയും. അങ്ങനെ അത് എൻ ടൈപ്പ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാറും, എൻ ടൈപ്പ് സെമി കണ്ടക്ടറായിട്ട് മാറും. ഈ പെൻഡാവാലൻ്റ് ആറ്റത്തിന് പറയുന്ന വേറൊരു പേരാണ് ഡോണർ ആറ്റം. ഇറ്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺസ് ടു ദ ക്രിസ്റ്റൽ. അതേപോലെ തന്നെ അവസാനത്തെ പോയിന്റ്, ഇൻ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി ചാർജ് കാരിയർ. ഇലക്ട്രോൺസ് ആണ് അവിടെ കൂടുതൽ, അപ്പോൾ അവരാണ് ചാർജ് കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹോൾസ് എന്ന് പറയുന്നത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ്. NE മച്ച് ഗ്രേറ്റർ ദാൻ NH. അടുത്തതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ എന്താണ് ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റി? ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 13 എലമെൻറ്റ്സ് ഇംപ്യൂരിറ്റി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഗ്രൂപ്പ് 13th ഗ്രൂപ്പ് എലമെൻറ്റ്സ്, എക്സാമ്പിൾ ബോറോൺ, അലുമിനിയം, ഗാലിയം ഒക്കെ ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റീസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇവരെല്ലാവരുടെയും. ഇപ്പോൾ ബോറോൺ എടുത്താലും അലുമിനിയം എടുത്താലും ഗാലിയം എടുത്താലും അവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രൈവാലൻ്റ് ഇംപ്യൂരിറ്റി നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, പ്യുവർ ആയിട്ടൊരു സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്നു.
അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ആലോചിക്കാം. നമ്മുടെ സിലിക്കൺ എന്ന് പറയുന്ന നമ്മുടെ സെമി കണ്ടക്ടർ, പ്യുവർ സെമി കണ്ടക്ടർ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ആണ്. അപ്പോൾ അതിലേക്ക് ഈ 3 ഇലക്ട്രോൺസ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഒരു ഇലക്ട്രോണായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ അവിടെ ഇലക്ട്രോൺ ഇല്ല, കാരണം നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ അത് ഹോളായിട്ട് മാറും, അവിടെ ഒരു വാക്കൻസി ആയിട്ട് മാറും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ. നമ്മൾ നേരത്തെ കണ്ടു എൻ ടൈപ്പിൽ ഒരു ഇലക്ട്രോണാണ് കൂടുതലുണ്ടായത്, പക്ഷേ ഇപ്പോൾ പി ടൈപ്പിൽ ഒരു ഹോൾ, ഒരു വാക്കൻസിയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഇങ്ങനത്തെ ഹോൾസ് ഒരുപാട് ഈ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എൻ ടൈപ്പ് ആയതുപോലെ ഇവിടെ ഈ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. ബിക്കോസ് ഇറ്റ് ഹാവ് ഹോൾസ് ഉള്ളതുകൊണ്ട് ഈ ഒരു ഹോൾസ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ പോസിറ്റീവായിട്ട് മാറും. നമുക്ക് ഫസ്റ്റ് പോയിന്റ് വായിക്കാം. ദിസ് ആറ്റം റീപ്ലേസ് ദ സിലിക്കൺ ആൻഡ് ജെർമേനിയം ഫ്രം ദ ക്രിസ്റ്റൽ. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഉള്ള ആ ഒരു ക്രിസ്റ്റലിൽ നിന്ന്, സെമി കണ്ടക്ടറിൽ നിന്ന് ഈ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി സിലിക്കനെയും ജെർമേനിയും അവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് അത് അവിടെ ആ ഒരു ഭാഗത്തിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 എണ്ണത്തിലേക്ക് മാത്രം കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കാൻ അവിടെ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരെണ്ണം ഡിഫിഷ്യൻ്റ് ആയിരിക്കും. ആ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ പറയുന്ന പേരാണ് ഹോൾ. ദിസ് ഹോൾ ഹെൽപ്പ് ടു കണ്ടക്ടിവിറ്റി ഇൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോളാണ് കണ്ടക്ടിവിറ്റിക്ക് സഹായിക്കുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺ ആയിരുന്നു കണ്ടക്ടിവിറ്റിക്ക് സഹായിച്ചത്. ഈ ട്രൈവാലൻ്റ് ആറ്റത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് അക്സെപ്റ്റീവ് ആറ്റം. ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺ ഫ്രം നൈബറിങ് ആറ്റം. കാരണം അവിടെ ഹോളാണ്, അവിടെ ഒരു വാക്കൻസി ആണുള്ളത്. അപ്പോൾ അതിനൊരു അടുത്തൊരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് കൂടുതൽ ഉണ്ടാവുക. ലാസ്റ്റ് പോയിന്റ്, ഇൻ ആൻ പി ടൈപ്പ് സെമി കണ്ടക്ടർ holes are the majority carriers and electrons are the minority carriers. ഇവിടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഹോൾസ് ആണ്. അപ്പോൾ ഹോൾസ് ആണ് ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സിന് മെജോറിറ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അവരാണ് മെജോറിറ്റി കാരിയേഴ്സ്. ആൻഡ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസ് ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടു എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് ആയിരുന്നു മെജോറിറ്റി കാരിയേഴ്സ്, ഹോൾസ് ആയിരുന്നു മൈനോറിറ്റി കാരിയേഴ്സ്. ഇവിടെ NH much greater than Ne. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഗിവ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഹോൾസ് ആൻഡ് ദ നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുള്ള ഹോൾസിൻ്റെയും അതേപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെയും റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആൻസറിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് ആദ്യം ആലോചിക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സെമി കണ്ടക്ടറാണ്. അവിടെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും അവിടെ ഇല്ല. അതിൻ്റെ അർത്ഥം ഈക്വൽ നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ Ne ഈക്വൽ ടു NH ആയിരിക്കും. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആണ്. ഇപ്പോൾ 5 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 5 ഹോൾസ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? Ne/NH 5/5 ഈക്വൽ ടു 1 എന്ന് കിട്ടുന്ന പോലെ Ne/NH ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ സെമി കണ്ടക്ടർ ആക്ട്സ് ആസ് ആൻ ഇൻസുലേറ്റർ? ഏത് ടെമ്പറേച്ചറിലാണ് സെമി കണ്ടക്ടർ ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യാം? നമുക്ക് എല്ലാവർക്കും അറിയാം 3 ക്ലാസിഫിക്കേഷനായിരുന്നു നമ്മൾ പഠിച്ചത്. 1 കണ്ടക്ടേഴ്സ്, 2 സെമി കണ്ടക്ടേഴ്സ്, 3 ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടർ എപ്പോഴാണ് ഇൻസുലേറ്റർ ആവാമെന്ന് ചോദ്യം. എല്ലാവരും ഓർത്ത് വയ്ക്കുക, സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ ആവുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 കെൽവിനിലാണ്. 0 കെൽവിനിലാണ് സെമി കണ്ടക്ടർ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് PN ജംഗ്ഷൻ എന്താണെന്നാണ്. നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു N ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, P ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. ഈ 2 സെമി കണ്ടക്ടറും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ജംഗ്ഷനാണ് PN ജംഗ്ഷൻ. അപ്പോൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമുക്കറിയാം കൂടുതൽ ഹോൾസ് ആണുള്ളത്. N ടൈപ്പ് സെമി കണ്ടക്ടറിൽ കൂടുതലുള്ളത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ആ രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഈ ഹോൾസ് പോസിറ്റീവാണ്,
എൻ ടൈപ്പിൽ ഇലക്ട്രോൺസ് നെഗറ്റീവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ജോയിനിങ് സംഭവിക്കും, അവിടെ ഒരു ഡിഫ്യൂഷൻ സംഭവിക്കും. ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഹോൾസ് റൈറ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. അവിടെ ഒരു ഡിഫ്യൂഷൻ നടന്ന് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ഇൻ എൻ റീജിയൻ ഡിഫ്യൂസസ് ഇൻ ടു പി റീജിയൻ. എൻ റീജിയൻ എന്നുള്ള ഇലക്ട്രോൺസ് പി റീജിയനിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും. ഈ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ബാരിയർ. Due to this potential difference, a electric field is created from positive ions to negative ions. ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം അവിടെ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫീൽഡാണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ ഈ ഫീൽഡാണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് പ്രൊഡ്യൂസ് ഡിഫ്യൂഷൻ കറൻറ്റ്. അപ്പോൾ നമ്മുടെ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന നമ്മൾ ഡിഫ്യൂഷൻ കറൻ്റ് എന്നും, മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്നതിന് നമ്മൾ ഡ്രിഫ്റ്റ് കറൻ്റ് എന്ന് പറയും. ഈ രണ്ട് കറണ്ടും ഓപ്പോസിറ്റാണ്. രണ്ട് കറണ്ട്, ഡിഫ്യൂഷൻ കറൻറ്റ് ഇപ്പോൾ സപ്പോസ് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഡ്രിഫ്റ്റ് കറൻറ്റ് റൈറ്റിലേക്കായിരിക്കും, നേരെ വൈസ് വേഴ്സ. ഇനീഷ്യലി ദ ഡിഫ്യൂഷൻ കറൻറ്റ് ഈസ് ഹൈ. ആ തുടക്കത്തിൽ ഡിഫ്യൂഷൻ കറൻറ്റ് ഹൈ ആയിരിക്കും, പിന്നെ അത് കുറഞ്ഞു വരും, അവസാനം അതൊരു ഇക്വിലിബ്രിയത്തിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. എ സെമി കണ്ടക്ടർ ഡയോഡ് ഈസ് ബേസിക്കലി എ പി എൻ ജംഗ്ഷൻ വിത്ത് മെറ്റാലിക് കോണ്ടാക്ട്സ് പ്രൊവൈഡ് അറ്റ് ദ എൻഡ്സ് ഓഫ് ദ അപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ വോൾട്ടേജ്. അപ്പോൾ ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് അത് ബേസിക്കലി ഉണ്ടാക്കുന്നത് ഈ രണ്ട് പി ടൈപ്പും എൻ ടൈപ്പും സെമി കണ്ടക്ടേഴ്സിനെ ഒരുമിച്ച് വെച്ച് ഒരു പി എൻ ജംഗ്ഷൻ ആക്കിയ ശേഷമാണ്. ഓക്കെ, നമ്മൾ എന്താണ് പി എൻ ജംഗ്ഷൻ എന്നും എന്താണ് ഡിപ്ലീഷൻ റീജിയൻ എന്നും നേരത്തെ കണ്ടു. ആ ഒരു പി എൻ ജംഗ്ഷനിൽ നമ്മൾ ഒരു എക്സ്റ്റേണലി ഒരു മെറ്റാലിക് കോണ്ടാക്റ്റിൽ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് എടുക്കുന്നു, എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ കാണുന്നതാണ് ഒരു പി എൻ ജംഗ്ഷൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ. നമ്മളൊരു സർക്യൂട്ടിലൊക്കെ ഒരു ഡയോഡ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇതിനൊരു കട്ടി കൂടിയ ഭാഗമുണ്ട്, അതേപോലെ തന്നെ ഒരു തിന്നായിട്ടുള്ള ലൈനും ഉണ്ട്. അപ്പോൾ കട്ടി കൂടിയ ഭാഗത്തിന് നമ്മൾ പി സൈഡ് എന്ന് പറയും. നമ്മൾ പി സൈഡ് അല്ലെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ ഒരു ജംഗ്ഷൻ നമ്മൾ വയ്ക്കുന്ന പി എൻ ജംഗ്ഷനാണ്. അതിൽ പി സൈഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡും എൻ സൈഡ് എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു വരയും. ഓക്കെ, ആ ഒരു ചെറിയൊരു ഒരു വരേനെയാണ് നമ്മൾ എൻ സൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ ആനോഡെന്നും കാത്തോഡെന്നും വിളിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും, സിമ്പിൾ ഓഫ് ദ ഡയോഡ്. ഒപ്പം തന്നെ ആ താഴെ കാണുന്ന നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഡയോഡിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂണി ഡയറക്ഷനിലാണ്, ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്. ഇനി നമ്മൾ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് വർക്ക് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഫോർവേഡ് ബയസിങ്, അടുത്തത് റിവേഴ്സ് ബയസിങ്. നമുക്ക് ആദ്യം ഫോർവേഡ് ബയസിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബാറ്ററിയിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടെന്ന് നമുക്കറിയാം. വലിയ വര സൂചിപ്പിക്കുന്നത് പോസിറ്റീവിനെയും ചെറിയ വര സൂചിപ്പിക്കുന്നത് നെഗറ്റീവിനെയാണ്. ഇവിടെ ഈ ഒരു പിക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ പോസിറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പി എൻ ജംഗ്ഷനിലെ പി ടൈപ്പ് എന്നുള്ള പി റീജിയനിലേക്കാണ്. നമ്മുടെ നെഗറ്റീവ് ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത് എൻ ടൈപ്പിലേക്കാണ്, എന്നിലേക്കാണ്. പി എൻ ജംഗ്ഷനിലെ എൻ ടൈപ്പിലേക്കാണ് നെഗറ്റീവ് ഓഫ് ദ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പറയുന്നത് ഫോർവേഡ് ബയസിംഗ് എന്ന് പറയാം. അപ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കണക്റ്റഡ് ടു ദ പി റീജിയൻ ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ എൻ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ ലെയർ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിയും എന്നും ഒരുമിച്ച് വയ്ക്കുന്ന സമയത്ത് ഒരു ലെയർ ഫോം ചെയ്യും, അതാണ് ഡിപ്ലീഷൻ ലെയർ. ആ ഡിപ്ലീഷൻ ലെയറും അതേപോലത്തെ അവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയറും ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർവേഡ് ബയസിങ്. മറക്കരുത്, ഫോർവേഡ് ബയസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ പോസിറ്റീവ് പിയിലേക്ക്, പി എൻ ജംഗ്ഷൻ്റെ പിയിലേക്ക്,
ബാറ്ററിയുടെ നെഗറ്റീവ് പി എൻ ജംഗ്ഷൻ്റെ എന്നിലേക്ക്. ഓക്കെ, അടുത്തതായി റിവേഴ്സ് ബയസിങ്. റിവേഴ്സ് ബയസിങ് നേരെ തിരിച്ച് പി ടൈപ്പ് എന്ന് പറയുന്നതാണ് പി എൻ ജംഗ്ഷനിലെ പി റീജിയൻ കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും, പി എൻ ജംഗ്ഷൻ്റെ എൻ റീജിയൻ കണക്ട് ചെയ്തിരിക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കുമാണ്. ഓക്കെ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കണക്റ്റഡ് ടു ദ പി റീജിയൻ ആൻഡ് ദ പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ എൻ റീജിയൻ. ഫോർവേഡ് ബയസിങ്ങിൻ്റെ നമ്മൾ പിക്ചർ കണ്ടു, അതിന് നേരെ തിരിച്ചാണ് നമ്മൾ ആ ഒരു പോസിറ്റീവും നെഗറ്റീവും ബാറ്ററിയുടെ ടെർമിനൽസ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അങ്ങനെയാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അറേഞ്ച്മെൻ്റാണ് റിവേഴ്സ് ബയസിങ് എന്ന് പറയുക. അവിടെ പൊട്ടൻഷ്യൽ ബാരിയറും അതേപോലെ ഡിപ്ലീഷൻ റീജിയനും ഡിപ്ലീഷൻ ലെയറും ഇൻക്രീസസ് ആണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. നമുക്ക് എന്തുകൊണ്ടാണ് ഈ രണ്ട് രീതിയിലും ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫോർവേഡ് ബയസിങ് ആണെങ്കിൽ ആ ഡയോഡിലൂടെ കറണ്ട് ഒഴുകും. ഇനി റിവേഴ്സ് ബയസിങ് ആണെങ്കിൽ ആ ഡയോഡിലൂടെ കറണ്ട് ഒഴുകില്ല. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പോസിറ്റീവ് ബയസിങ് ആണെങ്കിൽ ഡയോഡിലൂടെ കറണ്ട് പാസ് ചെയ്യും, റിവേഴ്സ് ബയസിങ് ആണെങ്കിൽ ഡയോഡിലൂടെ കറണ്ട് പാസ് ചെയ്യും. അടുത്തായി ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ. ഈ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമുക്ക് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി എന്താണ് റെക്ടിഫയർ? റെക്ടിഫയർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് എ സി ടു ഡി സി. എ സി സിഗ്നൽസിനെ ഡി സി സിഗ്നൽസ് ആക്കുന്നതാണ് റെക്ടിഫയർ എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, ഫോർവേഡ് ബയസിങ് ആണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയസിങ് ആണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഈ പ്രോപ്പർട്ടിയാണ്, ഈ ഒരു യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഓഫ് ദ ഡയോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, റെക്ടിഫയർ എന്ന് പറയുന്ന ഡിവൈസിൽ യൂസ് ചെയ്യുന്നത്. റെക്ടിഫയർ എന്തിനു ഉപയോഗിക്കുന്നു? റെക്ടിഫയർ എ സി സിഗ്നൽസ് ഡി സി സിഗ്നൽസ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി റെക്ടിഫയർ രണ്ട് തരമുണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. ഇപ്പോൾ എ സിനെ ഡി സി ആക്കാനാണ് നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ആ റെക്ടിഫയർ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും. നമുക്ക് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ പിക്ചറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ പിക്ചർ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതൊരു ട്രാൻസ്ഫോമറാണ്, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ട്രാൻസ്ഫോമറിന് രണ്ട് തരം കോയിൽസ് ഉണ്ട് നമുക്കറിയാം, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. പ്രൈമറിയിൽ കൂടുതൽ ടേൺസും അതേപോലെ സെക്കൻഡറിയിൽ കുറവ് ടേൺസും ഉള്ള ഒരു ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് നമ്മളൊരു എ സി സിഗ്നൽസ് കടത്തിവിടുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. സെക്കൻഡറിയിൽ കണക്ട് ചെയ്തിരിക്കുന്നതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മുടെ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ബിയിൽ നിന്ന് ജസ്റ്റ് ഒരു വയറാണ്, അത് രണ്ട് എൻഡും ഒരു റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി RL എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതിലൂടെ പോകുന്ന കറണ്ട് എ സി കറണ്ടാണ്. അപ്പോൾ എ സി കറണ്ട് രണ്ട് ഹാഫ് സൈക്കിൾസ് ഉണ്ട്, പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. ഒന്ന് മേലെ ഒന്ന് താഴെ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. നമ്മൾ പറഞ്ഞിരുന്നു പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും നമ്മുടെ ഡയോഡിൻ്റെ വലിയ കട്ടി കൂടിയ എൻഡിലേക്കും കണക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഫോർവേഡ് ബയസാണ്, അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എയിൽ നിന്ന് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ, എയിലേക്ക് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരികയാണെങ്കിൽ ആ ഡയോഡ് അത് കണ്ടക്ട് ചെയ്യും, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് RL കിട്ടും. അതാണ് നമ്മൾ ആ ഒരു ഗ്രാഫിൽ, ആ ഒരു എ സി ഗ്രാഫിൽ തൊട്ടടുത്ത് തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പേജിൽ നമുക്ക് ഗ്രാഫിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇത്ര മനസ്സിലാക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റത്തെ ഡയോഡ് എ എന്ന് പറയുന്ന പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് അതെന്തായിരിക്കും? നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ അത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും, കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഔട്ട്പുട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ
പകുതിയാവും. ഔട്ട്പുട്ട് ഫുൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ഒരിക്കലും ഔട്ട്പുട്ട് കിട്ടില്ല. ദ എഫിഷ്യൻസി ഓഫ് ദ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് അബൌട്ട് 40.6%. അത്ര കുറവായിരിക്കും നമ്മൾക്ക് എഫിഷ്യൻസി കിട്ടുക. നമ്മളിവിടെ കാണുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു വോൾട്ടേജ് വേവ് ഫോമാണ്. നമ്മൾ പറഞ്ഞു ഇൻപുട്ടാണ് ഫസ്റ്റ് ഗ്രാഫ്, ഔട്ട്പുട്ടാണ് സെക്കൻഡ് ഗ്രാഫ്. ഇൻപുട്ടിൽ എ സി കറണ്ടാണ്, ഔട്ട്പുട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഡി സി ആയിട്ട് മാറാണ്. കാരണം നമുക്ക് എ സി കറണ്ടിനെ അല്ലെങ്കിൽ എ സി സിഗ്നൽസിനെ ഡി സി ആക്കുന്നതാണ് റെക്ടിഫയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പോസിറ്റീവ് ഹാഫ് സിഗ്നൽസ് കടന്നു പോകുമ്പോൾ അവിടെ ഡയോഡ് പോസിറ്റീവാണ്, അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് ആണ്, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കടന്നു പോകുന്ന സമയത്ത് അവിടെ ഡയോഡ് ആക്ട് ചെയ്യുക റിവേഴ്സ് ബയസ്ഡ് ആയിട്ടാണ്, അപ്പോൾ അവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അങ്ങനെ ആ സൈക്കിൾ മുന്നോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇടവിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി 40.6 ആയിട്ട് ലിമിറ്റ് ചെയ്തു. അടുത്തതായി ഫുൾ വേവ് റെക്ടിഫയർ. അതൊരു സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ പോലെ തന്നെയാണ് ഇവിടെയും. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. പക്ഷേ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിനൊരു സെൻട്രൽ ടാപ്ഡാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2 ഡയോഡ് കൊടുത്തിട്ടുണ്ട്. D1 കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റിൽ D1 കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന പോയിന്റിൽ D2 കൊടുത്തിട്ടുണ്ട്. ഡയോഡ് 2 കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ നിന്ന് നമ്മൾ സെൻറ്റർ ടാപ്പ് ചെയ്തിട്ട് നമ്മളൊരു കണക്റ്റിംഗ് വയർ എടുത്ത ശേഷമാണ് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഹാഫ് വേവ് റെക്ടിഫയറിന് 2 വ്യത്യാസങ്ങളാണ് ഇവിടെ ഉള്ളത്. ഡയോഡ് 2 ആഡ് ചെയ്തിട്ടുണ്ട്, ഒപ്പം തന്നെ ഇത് സെൻറ്റർ ടാപ്പഡുമാണ്. ഇനി നമുക്കിതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫുൾ വേവ് റെക്ടിഫയർ വർക്കിംഗ് ഇങ്ങനെയാണ്. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 ഫോർവേഡ് ബൈസ്ഡ് ആയിരിക്കും, D2 റിവേഴ്സ് ബൈസ്ഡ് ആയിരിക്കും. അപ്പോൾ കറണ്ട് ഫ്ലോസ് ത്രൂ X2Y. Thus an output voltage is produced. ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് D1 കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് D1 ഫോർവേഡ് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യും, D2 റിവേഴ്സ് ആയതുകൊണ്ട് കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. RL നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ബട്ട് ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 ഫോർവേഡ് ആവുന്നു, D1 റിവേഴ്സ് ആവുന്നു. ഓക്കെ, അപ്പോഴും കറണ്ട് D2 ഒഴുകും, D1 ഒഴുകില്ല. ആ സമയത്തും നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഹാഫ് വേവിനെക്കാട്ടും ഒരു ഡിഫറൻസ് ഉണ്ട്. 2 സമയത്തും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്തും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്തും നമുക്ക് ലോഡിൽ നിന്ന് RL എന്ന് പറയുന്ന റെസിസ്റ്ററിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, thus there is output for both the positive and negative half cycles of the input AC. So the rectifier is called full wave rectifier. രണ്ടിൽ നമുക്ക് ഇൻപുട്ട് എ സിനെ നമുക്ക് ഔട്ട്പുട്ടാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ എഫിഷ്യൻസി ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസിയുടെ ഡബിൾ ആണ്, 81.2% ആണ്. നമുക്ക് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഒരു വോൾട്ടേജ് വേവ് ഫോം നോക്കാം. ഇതാണ് ഇവിടെ കാണുന്നതാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഒരു വോൾട്ടേജിൻ്റെ ഒരു ഗ്രാഫ്. നമ്മൾ AC സിഗ്നൽസാണ് കടത്തിവിടുന്നത്. AC സിഗ്നൽസ് കടത്തിവിടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് മൂന്നാമത്തെ ഗ്രാഫായിട്ട് കാണുന്നത്. ഓരോന്നിലൂടെയും ആദ്യം D1 ഫോർവേഡ് ബയസ്ഡ് ആയി, അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി. നെക്സ്റ്റ് ഹാഫ് സൈക്കിളിൽ പോയ സമയത്ത് നമുക്ക് D2 കണ്ടക്ട് ചെയ്തു, D2 കണ്ടക്ട് ചെയ്ത് അതും ഔട്ട്പുട്ട് കിട്ടി. അഗെയിൻ D1, അഗെയിൻ D2. അങ്ങനെ എല്ലാ സമയത്തും എല്ലാ ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോയാലും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പോയാലും നമുക്ക് അവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നു എന്നാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ എഫിഷ്യൻസി ഡബിളായിട്ട്, ഹാഫ് വേവിനെക്കാട്ടും ഡബിളായിട്ട് മാറുകയാണ് ചെയ്തത്. നമുക്ക് അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യനോട് കൂടി എൻഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ഈസ് ഓപ്പറേറ്റിംഗ് ഫ്രം 50 Hz, ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇൻ ദ റിപ്പിൾ വിൽ ബി. ഇപ്പോൾ ഫുൾ വേവ് റെക്ടിഫയർ 50 Hz ഓപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുൾ വേവ് റെക്ടിഫയറിൽ
നമുക്ക് 2 ഡയോഡിലൂടെയും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് ഡബിൾ ആയിട്ട്, അപ്പോൾ FO അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, FO ഈക്വൽ ടു 2 ഇൻറ്റു FI. അപ്പോൾ FI എന്ന് പറയുന്നത് ഇൻപുട്ടിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2 ഡയോഡിലൂടെയും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഫ്രീക്വൻസി മീൻസ് 2 ഡയോഡിലൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ഇൻറ്റു 50 100 ഹെഡ്സ് ആയിരിക്കും ആൻസർ. ഓക്കെ, താങ്ക് യു. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാം ആയ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അതനുസരിച്ച് റിമൈൻഡേഴ്സും ഉണ്ടായിരിക്കും, എക്സാം ഓറിയന്റഡ് MCQ പ്രാക്ടീസ് ഉണ്ടായിരിക്കും, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സിലബസ് നമുക്കറിയാം അല്ലേ, MLT വരുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ തന്നെ ബോട്ടണി, സുവോളജി, മാത്സ് എന്നിങ്ങനെ സബ്ജക്ട്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ സബ്ജക്റ്റിനും നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ ഉണ്ടായിരിക്കും, സെൽഫ് അനാലിസിസ് ഇവിടെ നമുക്ക് എൻഷുർ ചെയ്യാവുന്നതാണ്. ഓരോ ടൈം ടു ടൈം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസും അതുപോലെ ക്വിസുകളും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം. നമ്മൾ 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്, മാർച്ച് 22 മുതൽ. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എൻറോൾ ചെയ്യാനായിട്ടും ജോയിൻ ചെയ്യാനായിട്ടും പഠിച്ചു തുടങ്ങാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ റിവ്യൂസ് അനുസരിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണമോ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രിപ്പറേഷൻ. താങ്ക് യു.